മംഗല്യം. തൻ്റെ ഇരു കൈകൾ കൊണ്ടും ആവും വിധം അവനെ പ്രതിരോധിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു പോലീസുകാരൻ്റെ കൈക്കരുത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ മാത്രം അവൾക്കായില്ലായിരുന്നു. പലതവണ അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. അവൻ പിടിവിടുന്നില്ലെന്ന് മാത്രമല്ല, ചെറുതായി അവൻ്റെ കൈകൾ ഒന്നയയുന്നു പോലുമില്ല. ജാനിക്ക് ദേഷ്യം അതിൻ്റെ നെറുകയിലെത്തി. ഒടുക്കം സകല ശക്തിയും എടുത്തവൾ അവനെ പിന്നോട്ട് തള്ളി. ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന മിതു അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. പെട്ടെന്ന് മിതുവിൻ്റെ ശബ്ദം കേട്ടതും അവരിരുവരും അകന്നു മാറി. അവളെ ദേഷ്യത്തിൽ ചിറഞ്ഞു നോക്കുകയാണ് ജഗൻ. പോട പുല്ലേ. അവന് മാത്രം കേൾക്കാൻ പാകത്തിന് അവൾ ചുണ്ടനക്കി. ഉള്ളിലെ ദേഷ്യം നിയന്ത്രിക്കാൻ പോലെ ജഗനവൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുവാണോ? കുറേ നേരം നിന്നപ്പോൾ എനിക്ക് ബോറടിച്ചു. അമ്മയും അച്ഛനുമൊക്കെ പൂജാകാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നതിന് ഒരു കാരണവും പറഞ്ഞു മിതു. അതേതായാലും നന്നായി. ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരിയുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിയേനെ. ഒരു പ്രത്യേക ടോണിൽ ജഗനത് പറഞ്ഞതും മിതു കാര്യമെന്താണെന്ന് മനസ്സിലാവാതെ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഒടുവിൽ അവളുടെ നോട്ടം ജാനിയിലെത്തി നിന്നു. പറഞ്ഞ ശേഷം ജഗൻ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ജാനിയെ അല്പം മാറ്റി നിർത്തി മിതു അവളോട് കാര്യം ചോദിച്ചു. ഏട്ടൻ എന്താ ജാനി അങ്ങനെ പറഞ്ഞേ? ജാനി ആകെ മൊത്തത്തിൽ നോക്കിക്കൊണ്ടായിരുന്നു മിതു അത് ചോദിച്ചത്. ജാനിയുടെ ഉലഞ്ഞുപോയ വേഷവും അല്പം പാറിപ്പറന്ന മുടിയിഴകളും ചെറുതായി പടർന്ന കൺമഷിയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് മിതു ചോദിച്ചു. ഒരു നിമിഷം മിതുവിനോട് എന്തു മറുപടി പറയണമെന്ന് ജാനിക്കറിയില്ലായിരുന്നു. അവൾക്കറിയാവുന്ന തെറിയെല്ലാം മനസ്സിൽ ജഗനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മിതു, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഏട്ടൻ നിന്നെ വഴക്കായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? സോറി ജാനി. ഏയ്, അതൊന്നും കുഴപ്പമില്ല. അതും പറഞ്ഞുകൊണ്ട് തന്നെ കാറിൻ്റെ ഡോർ തുറന്ന് ജാനി അകത്തേക്ക് കയറി. അവൾക്ക് പിന്നാലെ മിതുവും. കുറച്ച് സമയത്തിനുള്ളിൽ പാർവതിയും രാമനാഥനും വന്നതോടെ അവരുടെ കാറ് കോവിലകം ലക്ഷ്യമാക്കി പാഞ്ഞു. നല്ല സ്പീഡിൽ തന്നെയായിരുന്നു കാറ് മുന്നോട്ട് പോയത്. രാമനാഥൻ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകനെ നോക്കുന്നുണ്ട്. ഒന്ന് സ്പീഡ് കുറച്ച് പോ ജഗൻ, ഇതെന്തൊരു പോക്കാണ്. രാമനാഥനത് പറഞ്ഞപ്പോഴാണ് ജഗനും സ്പീഡിനെക്കുറിച്ച് ഓർത്തത്. അത്ര നേരവും ജാനിയോടുള്ള ദേഷ്യമെല്ലാം ഡ്രൈവിങ്ങിൽ തീർക്കുമായിരുന്നു ജഗൻ. പെട്ടെന്ന് കാര്യം മനസ്സിലായതുപോലെ അവൻ വണ്ടിയുടെ സ്പീഡ് കുറിച്ചു. അപ്പോഴേക്കും അവരുടെ കാറ് കോവിലകത്തെത്തിയിരുന്നു. മറ്റുള്ള അംഗങ്ങളെല്ലാം കുറച്ച് സമയം മുൻപേ തന്നെ എത്തിയതുകൊണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. ഇത്തിരി നേരം എല്ലാവരോടും മിണ്ടിപ്പറഞ്ഞ് ജാനി അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അപ്പോഴേക്കും പാർവതി ഭക്ഷണം വിളമ്പി വെച്ചു. വിശപ്പില്ലാത്തതുകൊണ്ട് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ജാനി മുകളിലെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയതും പാർവതി അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ജാനിമോളെ, ഇത്തിരി കഴിച്ചിട്ട് പോകാം. വേണ്ടമ്മേ, വിശപ്പില്ല, അതുകൊണ്ടാ. അത്താഴപ്പട്ടിണി കിടക്കരുത് കുട്ടിയെ. വാ, വന്ന് ഇത്തിരിയെങ്കിലും കഴിക്കുക. അവൾക്ക് വേണമെങ്കിൽ കഴിക്കട്ടെ, അമ്മ എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? പെട്ടെന്ന് ജഗൻ അങ്ങനെ ചോദിച്ചതും പാർവതി അവനെ ഒരു താക്കീതോടെ നോക്കി. തന്നെ പാർവതി ദേഷ്യത്തെ നോക്കിയതും ജഗൻ മിണ്ടാതെ തല കുനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പ്ലേറ്റിലേക്ക് പാർവതി വിളമ്പിയ ഭക്ഷണം വേണ്ടെങ്കിൽ പോലും ഒരുവിധം ജാനി കഴിച്ചു തീർത്തു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം മുഴുവൻ കഴിക്കാതെ നിന്നപ്പോൾ ജഗൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സംസാരം മൂലമായിരുന്നു. വേഗം ആഹാരം കഴിച്ചു തീർത്ത് അവൾ മുറിയിലേക്ക് പോയി. ജാനി മുറിയിൽ ചെന്ന് വസ്ത്രം മാറാതെ കുറേ സമയം ബെഡിലിരുന്നു. കാരണം അവൾക്ക് മാറിയിടാൻ മറ്റൊന്നുമില്ലായിരുന്നു. അല്പനേരത്തിന് ശേഷം മിതു റൂമിലേക്ക് വന്ന ശേഷമാണ് ജാനിക്കിടാൻ വേണ്ടി ഒരു പലാസോയും ടോപ്പും എടുത്തത്. അതും വാങ്ങിയിട്ട് ജാനി പതിയെ ബെഡിലേക്ക് കിടന്നു. മിതു കൂടി വന്നതോടെ അവളുടെ അടുത്തേക്ക് ചേർന്നു വന്നു. മിതു, ഞാൻ എന്തായാലും നാളെ തന്നെ പോകൂട്ടോ, ഇല്ലെങ്കിൽ ശരിയാവില്ല. അതെന്താ ജാനി? നാളെ ഒരു ദിവസം കൂടി എനിക്കൊപ്പം നിൽക്കാമെന്ന് നീ സമ്മതിച്ചതല്ലേ? പിന്നെന്തിനാ പെട്ടെന്ന് പോന്നേ? മിതുവിൻ്റെ മുഖം വാടി.
അത് കണ്ടതും ജാനിക്കും സങ്കടമായി. അതേ സമയം തന്നെയായിരുന്നു ജാനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ടേബിളിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് അവൾ വേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ നോക്കി. ഫോണിൽ മാനസയുടെ പേര് തെളിഞ്ഞു വന്നതും ജാൻവി നെറ്റിച്ചൊളിച്ചു. എന്തുപറ്റി ജാനി? ആരാ വിളിക്കുന്നേ? ജാനിയുടെ മുഖത്തെ അതൃപ്തി കണ്ടതും മിഥു അവളോട് ചോദിച്ചു. മിഥുവിന് നേരെ ജാനി ഫോണിൻ്റെ സ്ക്രീൻ ഉയർത്തിക്കാട്ടി. അതിൽ മാനസി എന്ന പേര് തെളിഞ്ഞു കണ്ടതും മിഥുവിനും എന്തോ പറഞ്ഞറിയിക്കാനാവാത്ത വിധം ഒരു വികാരം അവളെ വന്ന് മൂടി. മുഴുവൻ തവണ ഫോൺ ബെല്ലടിച്ചു നിന്നു. ജാനി ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും മാനസി വീണ്ടും അവളെ വിളിച്ചു. നീ എന്തായാലും ഫോൺ എടുക്ക് ജാനി. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നതാണെങ്കിലോ? മിഥു പറഞ്ഞതോ അവസാനം അവൾ ഫോൺ എടുത്തു. നീ ഇപ്പം എവിടാടി? ഒരു ഹലോ പോലും പറയാതെയുള്ള മാനസിയുടെ സ്വരം ജാനിയുടെ കാതുകളെ പൊതിഞ്ഞു. ഞാൻ ഹോസ്റ്റലിൽ. കള്ളം പറയരുത് ജാൻവി നീ എന്നോട്. എന്തു പറയും മുമ്പ് അതാരോടാണ് പറയുന്നതെന്നുള്ള ബോധ്യമെങ്കിലും വേണം. ഞാൻ ഹോസ്റ്റലിലാണമ്മേ. നീ ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ നിൻ്റെ ഹോസ്റ്റലിലേക്ക് വിളിച്ചപ്പോൾ അവരെന്താടി എന്നോട് നുണ പറഞ്ഞത് നീ അവിടെ ഇല്ലെന്ന്? അതിന് അമ്മ എന്നെ ഇപ്പോഴല്ലേ വിളിച്ചേ? പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് വിളിച്ചത്? ജാനിക്ക് സംശയമേറി. നീ നിൻ്റെ ഫോണ് നോക്ക്. ഒരു 6 മണിയായപ്പോൾ ഞാൻ നിന്നെ വിളിച്ചിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ച് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് വിളിച്ചത്. അപ്പോഴാണ് ജാനിയും ആ കാര്യം ഓർത്തത്. ക്ഷേത്രത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഫോൺ കയ്യിലെടുത്തിരുന്നില്ല. അവൾ റൂമിൽ വെച്ചിട്ടാണ് പോയത്. തിരികെ വന്നെടുത്ത് നോക്കിയതുമില്ല. ഇനി പറഞ്ഞ് എവിടെയായിപ്പോൾ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഏത് ഫ്രണ്ട്? എല്ലാ ഫ്രണ്ട്സിനെയും അമ്മ അറിയോ? എന്നെ ചോദ്യം ചെയ്യാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ്. ഒരു നിമിഷം എന്തുത്തരം പറയുമെന്നറിയാതെ നിന്ന് ജാനി. മാനസിയുടെ ദേഷ്യം അവൾക്കറിയാവുന്നതാണ്. അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഒന്നും പോകരുതെന്ന്. ഇപ്പോൾ താൻ മിഥുവിൻ്റെ വീട്ടിലാണെന്നറിഞ്ഞാൽ മാനസിയുടെ സ്വഭാവം വെച്ച് ഈ രാത്രി തന്നെ ഇവിടെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകും. ജാൻവി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോടി? ഉണ്ട്. എങ്കിൽ പറ. അമ്മേ, ഞാൻ നാളെ രാവിലെ തന്നെ വീട്ടിലെത്തിക്കോളാം. കുറച്ച് സമയത്തെ ആലോചനയ്ക്ക് ശേഷം ജാനി അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. മാനസി വീണ്ടും വിളിക്കുന്നത് കണ്ടതും ജാനി ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ടു. എന്തുപറ്റി ജാനി? ആൻറ്റി ദേഷ്യത്തിലാണോ? ഫോൺ വെച്ച് കഴിഞ്ഞ ശേഷം ജാനിയുടെ മുഖം മങ്ങിയിരിക്കുന്നത് കണ്ടതും മിഥു അവളോട് ചോദിച്ചു. അമ്മ നല്ല ദേഷ്യത്തിലാണ് മിഥു. അമ്മ ഹോസ്റ്റലിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലെന്നറിഞ്ഞു. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ അമ്മയോട് പറയാണ്ട് മറ്റെവിടെയും പോകരുതെന്ന്. സത്യം പറഞ്ഞാൽ മാനസി തീർത്ത ചട്ടക്കൂടിനുള്ളിൽ വളർന്ന ഒരു കുട്ടിയാണ് ജാനി. വേറെ പ്രത്യേകിച്ച് സൗഹൃദങ്ങളില്ല, ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഒന്നുമില്ല. അവളുടെ വീട്ടിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ മുകളിൽ യാത്രയുണ്ട് അവൾ പഠിക്കുന്ന കോളേജിലേക്ക്. അതുകൊണ്ട് മാത്രം അവളെ ഹോസ്റ്റലിൽ നിർത്തി. മിഥുവിനും അതുപോലെ തന്നെയാണ്. 1 മണിക്കൂർ മുകളിൽ യാത്രയുണ്ട് വീട്ടിൽ നിന്ന്. അതുകൊണ്ടാണ് മിഥുവും ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അവധി ദിവസങ്ങളിൽ മാത്രം മിഥു വീട്ടിലേക്ക് വരും. ജാനി ചില ദിവസങ്ങളിൽ വീട്ടിലും പോകാറില്ല. ജാനിക്ക് ചെറുതായി കണ്ണു നിറഞ്ഞു വരുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ വന്ന് തന്നെ പരിചയം പോലുമില്ലാത്ത കുറേ ആളുകളുടെ സ്നേഹവും കരുതലും അനുഭവിച്ച അവളുടെ മനസ്സ് പലപ്പോഴും അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, സ്വന്തം അച്ഛനും അമ്മയ്ക്കും തന്നോട് ഒരിക്കലും ഇങ്ങനൊന്നും അടുത്ത് പെരുമാറിയിട്ടില്ലല്ലോ എന്ന്. ശോ, നീ കരയല്ലേ ജാനി? ആൻറ്റിയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. എന്തായാലും നേരം വെളുക്കട്ടെ. നീ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് ചെല്ലൂ. ചിലപ്പോൾ നിന്നെ ഒന്ന് നേരി കാണുമ്പോൾ ആൻറ്റിയുടെ ദേഷ്യമൊക്കെ മാറും. പല രീതിയിൽ മിഥു ജാനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്വസ്ഥത ലഭിക്കാത്ത മനസ്സുമായി അവൾ എങ്ങനെയൊക്കെയോ ആ രാത്രി ഇരുട്ടി വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ജാനി വീട്ടിലേക്ക് പോകാൻ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പാർവതി ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ജാനി കഴിക്കാനായി പോയി. അപ്പോൾ തന്നെയാണ് പോലീസ് യൂണിഫോമിൽ ജോലിക്ക് പോകാൻ തയ്യാറായി ജഗന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വന്നത്. അവനും നേരെ വന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിലിരുന്ന് ആഹാരം കഴിച്ചു തുടങ്ങിയ ജാനിയെ അവൻ പുച്ഛത്തോടെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ മാനസയുടെ പെരുമാറ്റം തന്നെ കാണുമ്പോൾ
ഏതു വിധമായിരിക്കുമെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് അവൻ്റെ ആ പ്രവൃത്തികളൊന്നും അവൾ കണ്ടില്ല. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഒരുവിധം അവൾ ഭക്ഷണം കഴിച്ചു തീർത്തു. ആ വീട്ടിലുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് ജാനി വേഗം തന്നെ അവിടുന്ന് പോകാനിറങ്ങി. ആ സമയത്താണ് ഓഫീസിൽ പോകാനായി ജഗന് ഉമ്മറത്തേക്ക് വന്നത്. മാണിക്യമംഗലം കോവിലകത്തെ ഓരോ അംഗങ്ങളും ഉണ്ട് ആ ഉമ്മറപ്പടിയിൽ ജാനിയെ യാത്ര അയക്കാൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറിയിരുന്നു അവൾ. കുടുംബത്തുള്ള മറ്റുള്ള ആളുകളുടെയൊക്കെ സ്നേഹപ്രകടനം അതൊരു തരം തമാശ പോലെ അവൻ നോക്കിക്കണ്ടു. ജാനി ഭാഗം തോളിലിട്ട് പോർച്ചിൽ വെച്ചിരിക്കുന്ന അവളുടെ സ്കൂട്ടിക്കടുത്തേക്ക് നടന്നു. അപ്പോൾ തന്നെ ഉമ്മറത്തിരുന്ന ഹെൽമെറ്റ് എടുത്ത് ജഗൻ അവൻ്റെ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് വന്നു. നിന്റെ കാർ എവിടെ ജഗൻ? പതിവിനു വിപരീതമായി അവൻ്റെ കാറ് പോർച്ചിൽ കാണാതായതോടെ വിശ്വനാഥൻ അവനോട് ചോദിച്ചു. കാർ സർവീസിനായി ഷോറൂമിൽ നിന്ന് ആൾ വന്നു കൊണ്ടുപോയി. ഇനി വൈകിട്ടേ സർവീസ് കഴിഞ്ഞ് കിട്ടുള്ളൂ വല്ലിച്ച. ജഗൻ വിശ്വനാഥന് മറുപടി കൊടുത്തുകൊണ്ട് ബുള്ളറ്റിൻ്റെ അരികിലേക്ക് ചെന്നു. അതേസമയം സ്കൂട്ടിയുടെ അരികിൽ നിന്ന ജാനിയുടെ മുഖം ചുളിഞ്ഞു. അവളുടെ കണ്ണുകൾ സ്കൂട്ടിയുടെ മുൻവീലിലാണ്. എന്തുപറ്റി ജാനി? ഉമ്മറത്ത് നിന്ന് മിഥു വേഗം അങ്ങോട്ടേക്ക് വന്നു. ഉമ്മറത്ത് നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ ജാനിയും മാത്രമായി. സ്കൂട്ടി പഞ്ചറായി. മിഥുവിനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല ജാനി, നീ വിഷമിക്കണ്ട. നമുക്ക് വേറെന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഇത്തിരി നേരം ആലോചനയോടെ നിന്നു മിഥു. അതിനെന്താ കുഴപ്പം? ജഗനുവിൻ്റെ ഓഫീസിലേക്ക് പോവല്ലേ? ആ വഴിക്ക് തന്നെയല്ലേ ബസ് സ്റ്റാൻഡ്? ജഗൻ മോളെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി തരുന്നേ. അവിടെ നിന്ന് മോൾക്ക് വീട്ടിലേക്കുള്ള ബസ്സും കിട്ടും. പാർവതി പെട്ടെന്നത് പറഞ്ഞതും ജഗൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ജാനിയുടെ മുഖവും മാറിയിരുന്നു. പക്ഷേ മുഖത്തെ ഭാവമാറ്റം സമൃദ്ധമായി മറച്ചു പിടിച്ചവൾ. ജഗൻ എന്തോ പറയാൻ തുടങ്ങും മുമ്പ് ജാനി ഇടയ്ക്ക് കയറി. അത് സാരമില്ല ആൻറ്റി, ഞാനൊരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കോളാം. ഇനി എന്തിനാ മോളെ ഓട്ടോ വിളിക്കാൻ നിൽക്കുന്നേ? ഇവൻ എന്തായാലും ആ വഴിക്കല്ലേ പോകുന്നേ. പറ്റില്ലമ്മേ, അവൾ വേണമെങ്കിൽ ഓട്ടോ വിളിച്ചു പോട്ടെ. ജഗൻ, പാർവതി അല്പം കടുപ്പത്തോടെ ജഗനെ വിളിച്ചു. ഈ കുട്ടി ഒന്ന് കൊണ്ടുപോയെന്ന് കരുതി എന്താടാ? അവൻ വിളിക്കുമെന്ന് കരുതി നിൽക്കണ്ട, മോൾ ചെന്ന് കയറിക്കോ. അവൻ ബസ് സ്റ്റാൻഡിൽ ഇറക്കിത്തരും. പാർവതി അത് പറഞ്ഞിട്ടും ആലോചനയോടെ നിൽക്കുവാണ് ജാനി. ജാനിയുടെ സ്കൂട്ടി ഇവിടെ നന്നാക്കി വെച്ചിരിക്കാട്ടോ. അതിന് മറുപടിയായി പാർവതിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ജാനി ജഗൻ്റെ ബുള്ളറ്റ് കയറി. അവനും അവൾക്കും ഒരുപോലെ ദേഷ്യം വന്നു. അവൻ്റെ ബുള്ളറ്റ് കോവിലകത്തിൻ്റെ ഗേറ്റ് കഴിയും വരെ അവൻ അവളോട് ഒന്നും തന്നെ മിണ്ടിയില്ല. ഡി, കുറച്ചങ്ങോട്ട് ഇറങ്ങിയിരിക്കും. നിൻ്റെ എല്ലായിടും ഇങ്ങനെ മുട്ടിച്ചോണ്ട് വരണ്ട. വണ്ടിയിൽ കയറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒട്ടിയിരിക്കണമെന്നില്ല. സത്യത്തിൽ ജഗന് ജാനിയെ ഇത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ ഇറക്കണമെന്നുള്ളത് കൊണ്ട് അവൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. വണ്ടിയുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ജാനി അറിയാതെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിപ്പോയതാണ്. അല്ലെങ്കിൽ തന്നെ തൻ്റെ അടുത്തേക്ക് നീങ്ങി വരാൻ എൻ്റെ തലയ്ക്ക് ഓളമൊന്നുമില്ലടോ. അല്പം ബൈക്കിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ജാനി പറഞ്ഞു. അവൻ്റെ ബുള്ളറ്റ് ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് തിരിയാനായപ്പോൾ ഒരു പട്ടി വന്ന് അവരുടെ വണ്ടിക്ക് കുറുകെ ചാടി. പെട്ടെന്ന് ജഗൻ വണ്ടി ബ്രേക്ക് പിടിച്ചതും ജാനിയുടെ ശരീരം അവൻ്റെ പുറത്തേക്ക് ശക്തമായി അമർന്നു. അവളുടെ മൃദുലതകൾ അവനിൽ അമർന്ന നിമിഷം ജാനിക്ക് ശ്വാസം നിന്നുപോയി. ഇരുവരും ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി. ഞൊടിയിടയിൽ തൻ്റെ ദേഹത്തുകൂടി എന്തോ വിറയിൽ കടന്നുപോയതുപോലെ ജാനിക്ക് തോന്നി. ജഗൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറയുമെന്ന് കരുതി അവൾ ധൃതിയിൽ പിന്നിലേക്ക് വലിഞ്ഞിരുന്നു. കുറച്ചു നേരം കൂടി അവരുടെ ബൈക്ക് മുന്നോട്ട് പോയി. റോഡ് സൈഡിൽ ഏതോ പാർട്ടിക്കാരുടെ പ്രസംഗം നടക്കുന്നുണ്ട്. MLA വിശ്വനാഥ വർമ്മയുടെ വികസന ഫണ്ടിൽ നിന്നും പണമെടുത്ത് ബസ് സ്റ്റാൻഡ് പുതിയ രീതിയിൽ പണിതതും അതിൻ്റെ ഉദ്ഘാടനത്തിനായി MLAയും സ്റ്റേജിലുണ്ട്. പെട്ടെന്നാണ് വിശ്വനാഥൻ്റെ പേഴ്സണൽ സെക്രട്ടറി ജഗനെ തീർത്തും യാദൃശ്ചികമായി കാണുന്നത്. ആ പോകുന്നത് ACP ജഗന്നാഥ് സാറല്ലേ? വണ്ടികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ മറ്റു പോലീസുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജഗൻ്റെ ബുള്ളറ്റ് അല്പം പതിയെ നിർത്തിയാണ് പോയത്. മാത്രമല്ല, ജഗൻ പോലീസ് യൂണിഫോമിലായതിനാൽ അവനെ പെട്ടെന്ന് അയാൾക്ക് തിരിച്ചറിയാനും കഴിഞ്ഞു. വിശ്വനാഥൻ്റെ പേഴ്സണൽ സെക്രട്ടറി മോഹൻ്റെ അടുത്ത് നിന്ന ആളും ജഗനെ തന്നെ നോക്കി. അതെ, അത് ജഗന്നാഥ സാറാണ്. അയാൾക്ക് അടുത്തുനിന്ന് അനിയായി പറഞ്ഞതും
മോഹൻ്റെ മുഖത്തെ തെളിച്ചം മങ്ങി. വിശ്വനാഥൻ്റെ മകൾ നയോമിക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ ഇരിക്കുവാണ് ജഗനെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനൊപ്പം മറ്റൊരു പെൺകുട്ടിയെ കണ്ടതും മോഹൻ അത് അത്രയ്ക്കങ്ങ് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ മോഹൻ വേഗം ഫോണെടുത്ത് വിശ്വനാഥനെ വിളിച്ചു. അയാൾ ആ സമയം സ്റ്റേജിലായിരുന്നു. എങ്കിൽ കൂടി അയാൾ മോഹൻ്റെ ഫോണെടുത്തു. കാരണം അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ മോഹൻ ഇപ്പോൾ വിളിക്കൂവെന്ന് വിശ്വനാഥൻ അറിയാം. സർ, ACP ജഗന്നാഥനൊപ്പം ഞാൻ മറ്റൊരു പെണ്ണിനെ കണ്ടു. അതും ജഗന്നാഥൻ്റെ ബുള്ളറ്റിന് പിന്നിൽ. ഒരു നിമിഷം വിശ്വനാഥന് നയോമിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. മോഹൻ, ആ പെൺകുട്ടി ആരാണ്, എന്താണ് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ മീറ്റിംഗ് തീരും മുമ്പ് എനിക്ക് കിട്ടണം. മനസ്സിലായോ? ഒരു താക്കീത് പോലെ വിശ്വനാഥൻ അത് പറഞ്ഞു. ഓക്കെ സർ, അത്യധികം താഴാഴ്മയോടെ മോഹനും പറഞ്ഞു. അപ്പോഴേക്കും ജഗൻ്റെ ബുള്ളറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. ജാനിയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയ ഉടൻ തന്നെ അവൻ വണ്ടി തിരിച്ചുകൊണ്ട് കാറ്റുവേഗത്തിൽ അവിടെ നിന്ന് പോയി. വണ്ടിയിൽ നിന്നിറങ്ങി അവനൊരു നന്ദി പറയാനായി നിന്ന ജാനിയുടെ മുഖത്ത് വല്ലായ്മ നിറഞ്ഞു. തനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള ബസ് അവിടെ നിർത്തിയിരിക്കുന്നതിനാൽ അവൾ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം ബസ്സിൽ കയറി. ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക്. ബസ്സിൻ്റെ കമ്പിഴകളിൽ തല ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവളുടെ ഉള്ളിൽ മാണിക്യമംഗലവും അവിടുത്തെ നന്മയുള്ള മനുഷ്യരും തെളിഞ്ഞു. മിതു എത്ര ഭാഗ്യവതിയാണെന്ന് ജാനി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് അവളുടെ സ്റ്റോപ്പെത്തി. ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ചപ്പുറം ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെ നിന്നൊരു ഓട്ടോയും വിളിച്ച് ജാനി വീട്ടിലേക്ക് പോയി. അവളുടെ ഓട്ടോ വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ തന്നെ അവൾ കണ്ടു കാർ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുന്ന പരിചയമില്ലാത്ത 2-3 കാറുകൾ. ഉള്ളിലെ വെപ്രാളം അടക്കി പിടിച്ചുകൊണ്ടവൾ അകത്തേക്കുള്ള പടികൾ കയറി. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് തരണേ.